സുഹൃത്തുക്കളെ, ഇവിടെ നിന്നാണ് ശബരിമല പൂങ്കാവനം ആരംഭിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 39 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ BSNLൻ്റെ ഓഫീസിലെത്തി. ഇതാണ് നമ്മൾ BSNLൻ്റെ ഓഫീസിൽ. ഇവിടെ വണ്ടി വലുതായിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് വെക്കാൻ പറ്റും. സീസണിലൊക്കെ എനിക്ക് തോന്നുന്നു വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളെ വണ്ടി ഇതാ അവിടെ വെച്ചു, ഇവിടെ ഇരിക്കുന്നു. 11:57 ഇനി ഗണപതി കോവിലിൽ ഇറങ്ങാം. ഇവിടെ വണ്ടിയെല്ലാം വെച്ച് ഹെൽമെറ്റൊക്കെ അവിടെ വെച്ചു. പിന്നെ ബൂട്ട് അവിടെ ഒരിടത്ത് ഒരു കവറിലൊക്കെ വെച്ച് കെട്ടി വെച്ചു. ആരും എടുത്തുകൊണ്ട് പോയില്ലെന്ന് അറിഞ്ഞൂടാ, എന്തായാലും നോക്കാം. ഇതാണ് ത്രിവേണിയിലോട്ട് പമ്പയിലോട്ട് പോണ വഴിയാണത്. അയ്യപ്പൻ പുലിപ്പുറത്തിരിക്കുന്ന ഒരു വലിയൊരു പ്രതിമയാണ്. ത്രിവേണി പാലം. അതുകൊണ്ട് പേശ ഇടേണ്ട, ഇതിനകത്ത് ഒഴുക്കല്ലേ എന്ന് പറഞ്ഞാലും ആരും കേൾക്കില്ല. ഇത് ഇവിടെ നിന്ന് പറക്കി വെച്ചേക്കുന്നുണ്ടാകും. അതുവഴിയും ഇറങ്ങി വരാം, ആ പാലം വഴി. ആളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ കുറച്ച് പേരെ കുളിക്കാനുള്ളതുകൊണ്ട് വിചാരിച്ച് നമ്മൾ കാണുന്നുണ്ട്. തിരിച്ചിറങ്ങി വരണവരാണ്. ഇതാണ് പമ്പ ഗണപതി ടെമ്പിളിലോട്ട് പോണ വഴിയാണ്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് നടന്നു വന്നത്. ഈ സൈഡിലിരിക്കുന്ന ഡോളി വേണമെന്ന് ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. ഡോളി എത്ര രൂപയാണ്? എനിക്കല്ല. എത്ര? 4250. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അപ്പോൾ തിരിച്ച് അങ്ങോട്ട്. പൈസ നമ്മുടെ കയ്യിൽ കൊടുക്കണ്ട. 8400 അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. 8500. 8400 അല്ലേ? 8500 ഓഫീസിൽ അടയ്ക്കണം. നിങ്ങളെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലല്ല. ആ, ഓഫീസിൽ അടയ്ക്കുമ്പോൾ നിങ്ങൾ അടയ്ക്കുന്നു. 4850 രൂപ അടയ്ക്കുക. പിന്നെ അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ 850 രൂപ അടച്ചിട്ട് 4000 സ്വാമി എടുത്ത് മേടിക്കുക. ഓ, അങ്ങനെയാണ്. ശരി. അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ഫുൾ പൈസ നിങ്ങൾക്ക് കിട്ടും? ഫുൾ പൈസ കിട്ടും. 8000 കിട്ടും. 8000 കിട്ടും. ശരി. അതാണ് പമ്പാ നദി. അവിടെ നിന്നാണ് ഇങ്ങനെ കയറി വരണത്. ഇതാണ് നമ്മൾ പമ്പ ഗണപതി ക്ഷേത്രം. നട തുറന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പം മണി 12:13 അടച്ചു കാണുമെന്ന് തോന്നുന്നു. അങ്ങനെ കെട്ടുനിറ മണ്ഡപം. നമ്മളെ വീട്ടിൽ നിന്ന് ഇവിടെ 300 രൂപയെന്നാണ് ഇത് പറഞ്ഞത് കെട്ട് നിറയ്ക്കുന്നത്. ഇതിപ്പോൾ എവിടെ അടയ്ക്കണേന്ന് നോക്കാം. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ട് വരണേ, നമുക്ക് ഇത്തിരി പാടുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കെട്ടാം. ഇവിടെയാണ് പൈസ ഇടാൻ, ഇവിടെയാണ് പൈസ അടയ്ക്കണത്. ₹300 കെട്ടുനിറ. ഇതാണ് ത്രിവേണി സംഗമം. ഇവിടെ നമുക്ക് മുങ്ങി കുറച്ച് കുളിക്കാം. കുറച്ച് വൃത്തിയുണ്ട് ഇവിടെ. വെള്ളം
അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുളിക്കാൻ കാര്യം ഞാൻ പിന്നെ നമ്മൾ 300 രൂപ അടച്ചിട്ട് കെട്ടിൻ്റെ റെസിപ്റ്റൊക്കെ എടുത്ത് വെച്ചു. നമുക്ക് ഇനിയിപ്പം എല്ലാവരും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ബാക്കിയുള്ളവർക്ക് അറിയാമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് സീസണിൽ വന്നാൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ നമുക്ക് സമയത്ത് കെട്ട് നിറച്ച് കിട്ടുമെന്ന്. ഇതിപ്പോൾ അല്ലാത്ത സമയത്ത് വന്നുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു വലിയ ആളില്ല ഞാൻ ചെന്ന സമയത്ത്. ഇനിയിപ്പം ഞാൻ ചോറൊക്കെ കഴിച്ചു. ഇനിയിപ്പം ഇവിടെ കുളിച്ചിട്ട് നേരെ പോയി കെട്ട് കെട്ടി ആ മല കയറാൻ തുടങ്ങും. ഇവിടുന്ന് ഇവിടെ നിങ്ങൾക്ക് അവർ മുങ്ങിക്കുളിക്കുന്ന കണ്ട. നല്ല മഴ വരുന്നുണ്ട്, ഇടിവെട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതാണ് ഡാമിൽ നിന്ന് പറഞ്ഞ വെള്ളമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അവിടെ നിന്നും കൂടെ വന്ന് ഇതെല്ലാം കൂടി ചേർന്ന് ത്രിവേണി. ഇനി കുളിച്ചിട്ട് നേരെ ഗണപതി കോവിലോട്ട് കയറി കെട്ടിയിട്ട് മുകളിലോട്ട് കയറാം. ഇന്നിപ്പം രാത്രി തൊഴുതിട്ട് റൂമെല്ലാം കിട്ടുമെന്ന് നോക്കാം. എന്നിട്ട് നാളെ കൂടെ രാവിലെയും കൂടെ ദർശനം നടത്തിയിട്ട് വീട്ടിലോട്ട് മടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. 300 രൂപയ്ക്ക് അവിടുന്ന് നമുക്ക് ഇവിടെ ഗണപതി ഭവനിൽ വന്ന് കെട്ട് നിറയ്ക്കാം. അവിടെ 300 രൂപ അടച്ചിട്ട് അവിടെ 300 അടച്ചിട്ട് നേരെ നമ്മൾ ഇവിടെ ആണ്, എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഈ റെസിപ്റ്റ് കൊണ്ട് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നും വേണ്ട, ഇരുമുടി കെട്ടും നെയ്യ് നിറയ്ക്കുന്നുണ്ട് അവിടെ. ഇവിടെ നമ്മൾ ഈ ഇവിടുന്ന് തേങ്ങ തരും, ഇവിടുന്ന് നെയ്യ് നിറച്ചുകൊണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ കെട്ടൊക്കെ കെട്ടി ഇവിടുന്ന് നമ്മൾ മല ചവിട്ടാൻ പോവുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തുടക്കം. കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് ഇവിടെ നിന്നാണ് തൊട്ട് തൊഴുത് മുകളിലോട്ട് കയറുന്നത്. മുകളിലോട്ട് കയറുന്ന കുറച്ച് വീഡിയോ എടുക്കാം. വൈകിട്ട് ദർശനം 11 മണി വരെ, 10:50 വരെ ഉണ്ട് നട തുറന്നിരിക്കും. അപ്പം ഇവിടുന്ന് ചെന്ന് തൊഴുതിട്ട് റൂം എല്ലാം കിട്ടുമെന്ന് നോക്കാം. ഒരുപാട് പേര് തിരിച്ചിറങ്ങണവരുമുണ്ട്, ഇങ്ങോട്ട് കയറണവരുമുണ്ട്. നല്ല കയറ്റമുണ്ട്. ഇനി പണ്ട് അത്രയും കോൺക്രീറ്റ് ആയിരുന്നു, ഇപ്പം കരിങ്കല്ല് പാവിയിട്ടുള്ളതുകൊണ്ട് കാലിൽ വലുതായിട്ട് പിന്നെ മഴ പെയ്താലും കുഴപ്പമില്ല. അവിടെ ഷെഡുള്ളതുകൊണ്ട് അവിടെ കയറി നമുക്ക് നിൽക്കാൻ കഴിയും. ഈ ഡോളിക്കാരൊക്കെ താഴെ ഇരിക്കും, പക്ഷേ ഒരു ആദ്യത്തെ കുറച്ച് പടിക്കെട്ടും കയറ്റമൊക്കെ ഉണ്ട്. അവിടെ ഇവരിയ്ക്കും. നമ്മൾ വിചാരിക്കും മുകളിൽ കയറാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച് ചിലവർ ചാടി വരും. പക്ഷേ ഒറ്റ കയറ്റം കയറുമ്പം തന്നെ പലർക്കും ക്ഷീണിക്കും, ചിലവർക്ക്, എല്ലാവർക്കും അല്ല. അപ്പോൾ അവരത് കണക്കാക്കി കുറച്ച് ദൂരം മുകളിലോട്ട് ഇരിക്കും. അതിലും വയ്യെങ്കിൽ, അതിലും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ മുകളിലും കുറച്ച് സ്ഥലത്തിരിക്കും. കണ്ടോ? ആളിരിക്കണ കണ്ടോ? ചിലവർക്ക് ആദ്യം കയറുമ്പം കുഴപ്പം വരില്ല, കുറച്ച് ദൂരമാകുമ്പോൾ അപ്പോഴേ ഇവരിവിടെ കണക്കാക്കി അവരിയ്ക്കും.
ഈ തേരിയിൽ അല്ലെങ്കിൽ ഈ പടിക്കെട്ടിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്തിരിക്കും അവർ. ₹8,500 അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. 500 രൂപ ദേവസ്വം ബോർഡിൽ അടച്ചാലേ പറ്റുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ട് ഇവരാരേലും അടയ്ക്കുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ താഴെ വെച്ച് ദേവസ്വം ബോർഡിൽ അടച്ചാൽ 500 ദേവസ്വം ബോർഡിന് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇവിടെ കയറി വന്ന സ്ഥലത്ത് ഇതേപോലെ കടകളുണ്ട്. വെള്ളമെല്ലാം കുടിക്കാൻ ആൾക്ക് നല്ല സൗകര്യം. കടകളുള്ളതുകൊണ്ട് ക്ഷീണിക്കുമ്പം മുകളിലോട്ട് കയറും. ക്ഷീണിക്കുമ്പം ഓറഞ്ച് ജ്യൂസ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. തണ്ണിമത്തൻ, സലാഡ്, വെള്ളരി, അടുത്തത് ഏറ്റവും നീലിമല ടോപ്പ്. മകൾ കയറ്റമൊന്നും മക വയ്ക്കാതെ നല്ല ചുണയായിട്ട് കയറിയാണ്. നല്ല ചവിട്ടാണ്. കൊച്ചു കുട്ടികളെല്ലാം ഉണ്ട്. ഇതാണ് നീലിമല കയറ്റം. കുറച്ച് ദൂരം ചെറിയ കാറ്റേ വേണം. ഇനി കുറച്ച് വലിയ നീലിമല കയറ്റം ഇത്തിരി കട്ടിയാണ്. ഇവിടെയും ഡോളിച്ചേട്ടന്മാർ ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് വിളിക്കുമെന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഈ സൈഡിൽ പടിയുണ്ട്. പക്ഷെ ഞാൻ കോട്ട് കൊണ്ടുവന്നു ഭാഗ്യത്തിന്. അവിടെ ആയിരുന്നു, മഴയായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ഈ ഷീറ്റ് അടിച്ചിരിക്കുന്നതുകൊണ്ട് മഴ പെയ്താലും നമുക്ക് കയറി നിൽക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് നല്ല കയറ്റമാണ്. കുരങ്ങന്മാർ ആവശ്യം പോലെ ഉണ്ട്. അപ്പാച്ചിമേട് ഫോട്ടോ. എല്ലാവരും നടന്നിട്ട് വന്ന് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ് മുകളിലോട്ട് പിന്നെയും കയറണം. ഇത് രണ്ട് സൈഡ്, ഈ സൈഡിൽ പടിക്കെട്ടും ഈ സൈഡിൽ ഇതുവഴിയും കയറാം, പടിക്കെട്ട് വഴിയും കയറാം. ഏത് വഴി കയറിയാലും കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഷ്ടപ്പെട്ട് തൊഴുന്നത് എല്ലാവർക്കും ഒരു ഹരമാണ്. എന്നാൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പലരും പോവാറുണ്ട്. എല്ലാവർക്കും കഷ്ടപ്പെട്ട് തൊഴുമ്പോൾ കുറച്ചും കൂടെ ഈശ്വരൻ്റെ പവർ കിട്ടുമെന്നാണ് എല്ലാവരെയും വിചാരം. ഞാൻ ഒരു ഈശ്വരവിശ്വാസിയാണ്, നല്ല ഈശ്വരവിശ്വാസിയാണ്. പക്ഷെ എൻ്റെ തോന്നലിൽ ക്ഷേത്ര ദർശനവും നിത്യമായി നമ്മൾ വീട്ടിലിരുന്ന് പൂജിക്കുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ആയുർവേദവും അലോപ്പതിയും പോലെയാണ്. ആയുർവേദം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലിരുന്ന് ഉപാസിക്കുന്നതാണ്.
അലോപ്പതി എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനം. പെട്ടെന്ന് നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും ക്ഷേത്രത്തിൽ പോയി. ആർക്കും സമയമില്ല. നിത്യം ഉപാസിക്കാൻ വേണ്ടി, ഭഗവാനെ ഉപാസിക്കാൻ ആർക്കും സമയമില്ല. അതുകൊണ്ട് പെട്ടെന്ന് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ആളുടെ ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഈശ്വരനെ അറിയാനുള്ള ഒരു ബാലപാഠവും കൂടെയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രം തൊട്ടാണ് നമ്മൾ നേഴ്സറി ആയിട്ടാണ് ക്ഷേത്രങ്ങളെ കണക്കാക്കിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടുന്ന് പലവരും ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തോട്ട് പോകാറില്ല. ക്ഷേത്രം വരെ നിൽക്കും. അതിനപ്പുറത്തോട്ടുള്ള ഈശ്വരവാസനയിൽ ആരും മുഴുകൂല. അതാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. നമ്മളെല്ലാവരും ക്ഷേത്രത്തിന് മുകളിലോട്ടുള്ള ഒരു ഈശ്വര വിശ്വാസത്തിലേക്ക് എത്തണം. ഞാൻ കുറച്ച് വിയർത്ത് അത്ര ഞാൻ പിന്നെ കുറച്ച് ജിമ്മിലൊക്കെ പോകണുണ്ടായിരിക്കും. സൈക്ലിങ്ങിനൊക്കെ പോകണുണ്ടായിരിക്കും. അത്ര ഒരു ഞരപ്പ് വരാത്തത് എന്നാലും ഉണ്ട്. അങ്ങനെ ആളുകളൊക്കെ അവിടെ വന്ന് റെസ്റ്റ് ചെയ്യണമെന്നുള്ളവർക്ക് തണ്ണിമത്തമുണ്ട്. ഒരു തണ്ണിമത്ത എത്ര രൂപ തന്നെ തണ്ണിമത്ത? 20 രൂപ വന്നും തരും. അപ്പാച്ചുമേട്ടിൽ സമർപ്പിക്കാം. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് അപ്പാച്ചുമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകാം. സ്വാമിയെ ശരണമയ്യപ്പ. അപ്പാച്ചുമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിക്കാം. ഇഷ്ട വഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചുമേട്ടിൽ താഴോട്ട് നല്ല മഞ്ഞല്ല ഫോഗ്, നല്ല ഫോഗ് താഴോട്ടുണ്ട്. കന്നിമലക്കാരെ എറിഞ്ഞാൽ മതിയാ, അല്ലാത്തവരെ എറിഞ്ഞണ്ടേ? കന്നിമലക്കാരെ എറിഞ്ഞാൽ മതി എന്നാണ് നമ്മള് എല്ലാവർക്കും യഥാർത്ഥത്തിൽ കന്യാമലക്കാർക്കാണ്. ആ, എല്ലാവർക്കും അറിയാം. കുരങ്ങനൊക്കെ തോക്ക് മുകളിലുണ്ട്. ലെമൺ സോഡ, ലെമൺ സോഡ ഉണ്ട്. കെട്ടൊക്കെ ഉണ്ട്. കെട്ട് ഞാൻ ബാഗിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ
അവിടെ അവിടെ ചെല്ലുമ്പം കെട്ട് വെച്ചാലേ 18-ാം പടി ചവിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു വോട്ടിങ്, അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്, കെട്ടില്ലാത്തവർക്കും കയറാം. അത് 18-ാം പടി ചവിട്ടാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇനി അടുത്ത നല്ലൊരു കയറ്റമാണ്. ഇത് ഏത് മലയാണോ? അങ്ങനെ കയ്യിലിരുന്ന തണ്ണിമത്തനൊക്കെ കഴിച്ച് പിന്നെയും നടക്കാൻ തുടങ്ങി. മാളികപ്പുറമൊക്കെ മാളികപ്പുറത്ത് അമ്മമാരൊക്കെ അവിടെ ഇരിക്കുകയാണ്, മുകളിൽ തളർന്നിരിക്കുകയാണ്. ഇങ്ങോട്ട് വരാം, ഇറങ്ങണതായിരിക്കും. ഇതാണ് അപ്പാച്ചിമേട് ടോപ്പ്. നല്ല കയറ്റമാണ്. ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിക്കുകയാണ്, സ്വാമിമാർ. ചേട്ടന്മാരെന്നേ വരുള്ളൂ, സ്വാമിമാരൊന്നും വരില്ല. പിള്ളേരെല്ലാം കയറിക്കിട്ട് ചോദിക്കും, എത്തിയാന്ന് ചോദിക്കും. അപ്പം അടുത്തടുത്തെന്നാണ് എല്ലാവരും പറയണത്. നമ്മളും ആദ്യമായിട്ട് വരുമ്പം ഗുരുസ്വാമിമാരോട് ചോദിക്കും, എത്തിയാന്ന് ചോദിക്കും. ഒത്തിരി മുകളിലെന്ന് പറയും. എന്നാണ് പറഞ്ഞ് പറ്റിച്ചാണ് കൊണ്ട് പോണത്. കാര്യം ഒരുപാട് ദൂരമുണ്ടെന്ന് പറയുമ്പോൾ ഒരു മടി വരാതിരിക്കാൻ വേണ്ടിയാണ് ദാ അടുത്തെന്ന് പറയും. സ്വാമിയൊന്ന് കുഴിയെ ഒരു വീട്ടിൽ നിന്ന് ചിലവർ ഒരു ടൂറ് പോലെ ഇറങ്ങണവരും കാണുമായിരിക്കാം. ഇവിടെ വരുമ്പം ടൂറ് പോലെ വന്നവരും ഒരു ഭക്തനാവും. ഈ മലയെല്ലാം കയറി ഇവിടെ എത്തുമ്പം നല്ല ഒരു ഭക്തനായി മാറും. ഇവിടുത്തെ ജനങ്ങളെ ഈ കഷ്ടപ്പാടും കാണുന്നു. ഞാൻ തന്നെ ആറ്റുപോലെ പൊങ്കാലയൊക്കെ കാണാൻ പോകും, അല്ലെങ്കിൽ വൈഫിനെയൊക്കെ കൊണ്ടാക്കാൻ പോകുമ്പം നമ്മൾ ഒരു യഥാർത്ഥ ഒരു ഭക്തിയുള്ളൊരു മനുഷ്യനാണെങ്കിൽ നമ്മൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയ സങ്കടം വരും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പൊങ്കാലയൊക്കെ ഇടുന്ന കാണുമ്പോൾ വെയിലത്തൊക്കെ ഇരുന്ന് കുറേ ദിവസത്തെ കഷ്ടപ്പാട് വെച്ച് വെയിലത്തൊക്കെ അവിടെ വന്ന് ഇരുന്ന് പൊങ്കാലയൊക്കെ ഇടുന്ന കാണുമ്പോൾ അതുവഴി പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ അതുവഴി വണ്ടി ഓടിച്ച് പോയാൽ പോലും നമുക്ക് അവർ ആ കഷ്ടപ്പാട് കണ്ട് സങ്കടം ഉണ്ടാവും. ഇതാണ് ശബരിപീഠം. ഇതാണ് നമ്മുടെ ശരംകുത്തി ശബരിപീഠം. ഇവിടെ വന്നൊരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് ചോദിച്ചാൽ എൻ്റെ കടയിൽ നിന്ന്
അന്നൊക്കെ ഈ സീസണിലല്ലേ ഇവിടെ വരുള്ളൂ കച്ചവടത്തിന്? എല്ലാ മാസവും അങ്ങനെ. എൻ്റെ സ്ഥലം എവിടെ? കോട്ടയത്താണ്. കറുകശാല. ഇവിടെയൊക്കെ 18ാമത്തെ ഇവിടെയെല്ലാം ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് സൈഡിലെല്ലാം ഇരിക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത അങ്ങ് സന്നിധാനത്തിൻ്റെ അടുത്ത് മാത്രമേ ഈ ഷീറ്റൊക്കെ കാണുള്ളൂ. അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇതുള്ളൂ. ഇത് നമുക്ക് ഗണപതി കോവിലോട്ട് അവിടെ ഈ ഷീറ്റിൻ്റെ കൂടാരം ചെയ്തിട്ടുണ്ട്. 18, 17 അങ്ങോട്ട് 18. അപ്പം അവിടെ നിന്നായിരിക്കും തുടങ്ങണത്. ഇത് 18ാമത്തെ സീസണിലൊന്നും ഇവരെയൊന്നും ഇവിടെ ഇരുത്തൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. സീസണിലൊക്കെ ഇവിടെ ഇരുത്തും. സീസണിൽ ഇവിടെ ഇരുത്തും. ഇപ്പം ഈ സീസൺ അല്ലാത്തതുകൊണ്ട് ഇരുത്തൂല. സീസണിലിവിടെ ഒന്നും ഇരുത്തൂല. അവിടെ കുടിവെള്ളമുണ്ട്. പത്മതീർത്ഥം. അതുകൊണ്ട് അത് പറഞ്ഞാൽ സ്വാമി അയ്യപ്പ റോഡെന്നാണ് പറയുന്നത്. സാധാരണ പണ്ടൊക്കെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അതുവഴി കയറി പറഞ്ഞാൽ ഈ വഴി, തിരിച്ചു പോകണം സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ്. എനിക്ക് തോന്നുന്നു തിരക്ക് സമയത്ത് തിരിച്ച് ഇതുവഴി വിടുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ട്രാക്ടർ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ട്രാക്ടർ കയറി വന്നാണ്. ഒരു മേൽപ്പാലമുണ്ട്. ഇവിടെ ഒരു പാലമുണ്ട്. തിരിച്ച് മോളിൽ കൂടെ വരും. താഴെ സ്വാമി അയ്യപ്പ റോഡ് വഴി പോകുമ്പോൾ അടിയിൽ കൂടെയാണ് പോകുന്നത്. സ്വാമി അയ്യപ്പ തിരിച്ചു വരുമ്പം ഈ സ്വാമി അയ്യപ്പ റോഡാണിത്. പമ്പയിൽ ഇതുവഴി പോകാം. തിരിച്ചിറങ്ങണത് എല്ലാവരും ഇതുവഴിയായിരിക്കും മിക്കവാറും പോകുന്നത്. അതുവഴിയും പോവാം. സീസണിൽ അതുവഴി പോകാൻ പറ്റുമെന്ന് ഈ പാട്ട് കോപ്പിറൈറ്റ് ആവുമെന്ന് അറിഞ്ഞുകൂടാ. റോഡിലൊക്കെ പറഞ്ഞാണ്ട തിരിച്ചു പറഞ്ഞാണ്. ഇവിടുന്ന് വരണതും പോണതും എല്ലാം ഈ ഇവിടുന്ന് അങ്ങോട്ടാണ്. സ്വാമി അയ്യപ്പ റോഡിൻ്റെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം തിരിച്ചു വന്നാൽ ഇതുവഴി വന്നിട്ട് സ്വാമി അയ്യപ്പ റോഡ് വഴി പോകും. ചേട്ടന്മാരൊക്കെ അങ്ങനെ റോഡിൽ എടുത്തുകൊണ്ടൊന്ന് റെസ്റ്റ് ചെയ്യണം.
ആണ് മരക്കൂട്ടം. ഈ വഴിയാണെങ്കിൽ നമ്മൾ ദർശനം സീസണിൽ നമുക്ക് ഇതുവഴി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സാമയപ്പ റോഡിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ടൊരു വഴിയുണ്ട്. ആ വഴിയിൽ അവിടെ ഈ വഴിയിൽ കൂടാരമൊന്നുമില്ല. അവിടെ പക്ഷേ ഉണ്ട്, അവിടെ ഉണ്ട്. അവിടെയാണ് പോലീസ് ഈ തടഞ്ഞടഞ്ഞ് നിർത്തി നമ്മളെ ദർശനത്തിന് വിടുന്നത്. ഇപ്പം ഇതുവഴി ആരെയും വിടില്ല. ഞാൻ പക്ഷേ പണ്ട് പുൽമേട് വഴി വന്നിട്ടുണ്ട് കേട്ടോ. പുൽമേട് വഴി വന്ന് നമ്മളെ ക്ഷേത്രത്തിൽ നിന്നൊക്കെയാണ് വരണം. അതുവഴി ആദ്യമായിട്ടാണ് വരണം അന്ന്. അവിടെ നിന്നാണെങ്കിൽ അതിന് താഴോട്ട് ഇറക്കും. നമ്മളൊരു രസമായിട്ട് അങ്ങോട്ട് ഇറങ്ങി നല്ല ഇറക്കം. അങ്ങനെ നല്ല രസമായിട്ട് ഓടി ഇറങ്ങി. പക്ഷേ കോവിലിൻ്റെ നടയിൽ വന്നപ്പം പിന്നെ ദർശനം ചെയ്യാനും വയ്യ. കാലത്രയും വെയിന് വലിഞ്ഞു പിന്നെ അവിടെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി മരുന്നൊക്കെ തന്നു. എന്നിട്ടും നമ്മൾ വെയിന് വലിഞ്ഞാൽ പിന്നെ 3 ദിവസം 4 ദിവസം കഴിഞ്ഞാലേ പിന്നെ അത് നീ ശരിയാവുള്ളൂ. നീ എന്തൊക്കെ ചെയ്താലും ശരി, നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കളിക്കാൻ പോകാത്ത ആളായിരുന്നാലും കളിക്കാൻ പോയി ഒരു 3-4 ദിവസം വേദനയായിരിക്കും. പക്ഷേ എന്നാൽ പതുക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. വളരെ സ്പീഡിൽ ഇറങ്ങി. പിന്നെ തിരിച്ച് പമ്പ വഴിയാണ് ഇറങ്ങിയത്. അന്ന് തിരിച്ചിറങ്ങാനും വളരെ പാടുപെട്ട്. അങ്ങനെ ഒരു പ്രാവശ്യം പാടുപെട്ട്. സന്നിധാനം 700 മീറ്റർ എന്നാണ് ഓടി വച്ചിരിക്കുന്നത്. സന്നിധാനത്ത് എത്തി. എനിക്ക് തോന്നുന്ന 1.5 മണിക്കൂർ എടുത്തോളം തോന്നുന്നു. ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്ത സമയം നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഈ ചെരുപ്പ് ഒരു ക്ലോക്ക് റൂം കണ്ട് അവിടെ എവിടെയെങ്കിലും വീഴണം. കണ്ട അവിടെ നിന്നാണ് നമ്മൾ ആ സ്വാമിയപ്പ റോഡ് വഴിയാണ് നമ്മൾ സീസണിൽ അതുവഴിയാണ്. അതുകൊണ്ട് ആ ഷീറ്റിട്ട കബോർഡ് ഷീറ്റിട്ട ആ ഇതുവഴിയാണ് നമ്മൾ വരുന്നത്. അവിടെ ചങ്ങലയിട്ട് നമ്മളെ പിടിച്ച് കിടക്കുന്നു. ഇതാണ് നമ്മൾ 18-ാം പടിയിലോട്ട് പോണ വഴിയാണ്. ഈ ഇവിടെ ഇത് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചാനലുകാരൊക്കെ എടുക്കും, അതേപോലെ നമുക്കെടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറണമെങ്കിൽ ഇവിടെ പോലീസുകാരുണ്ട്. ഇരുമടി ഉണ്ടെങ്കിലേ ഇതുവഴി വിടുകയുള്ളൂ ദർശനത്തിന്. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അപ്പുറത്തൂടെ വിടുകയുള്ളൂ. ഇത് 18-ാം പടി കയറാനുള്ള ക്യൂവിൻ്റെ കൗണ്ടറാണ്. അപ്പോൾ ഇവിടെ പോലീസ് ഇവിടെ നിൽപ്പുണ്ട്. ബാഗിലിരിക്കുകയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണോണ്ട് തലയിൽ വയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ദർശനത്തിന് പോയാണ്. എനിക്ക് തോന്നുന്നു ഇത് സീസൺ ആയിരുന്ന സമയത്ത് ഇതുവഴി കറങ്ങി ഒരുപാട് വരും ഇറങ്ങി വരണമെങ്കിൽ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു നേരെ 18-ാം പടിയിലൂടെ ചെന്ന് കയറുമായിരിക്കും. പണ്ടൊക്കെ മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ അത്രയും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളിവിടെ വിരി വെച്ച് കിടക്കുമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ മാറ്റി.
കഷ്ടപ്പെട്ട് അങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞു. നല്ല വൃത്തി അയ്യപ്പനെ തൊഴുവാൻ കഴിഞ്ഞു. കാരണം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഇരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡാണിത്. അപ്പോൾ അവരൊക്കെ കെട്ടില്ലാതെ വന്നതും പിന്നെ രണ്ടാമത് തൊഴുവാൻ കയറുന്നവരുമാണ്. ഞാനും ഇനി ഒരിക്കൽ കൂടെ അതുവഴി വരും തൊഴുവാൻ. റൂമും എല്ലാം ഇവിടെ കിട്ടുമെന്ന് നോക്കാം. ഇതാണ് എക്സ്ചേഞ്ച് കൗണ്ടർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നെയ്യ് ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന നെയ്യ് നമ്മൾ നെയ്ത്തേങ്ങയിലുള്ള നെയ്യ് ഒരു പാത്രത്തിനകത്ത് കൊടുക്കുമ്പോൾ രസീറ്റ് എഴുതുമ്പം ഇതവർ നാളെ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ചെയ്ത നെയ്യ് നമുക്ക് തരും. അത് എക്സ്ചേഞ്ച് നെയ്യ് എന്ന് പറയും. അതായത് ഇപ്പം ഞാൻ ഒരു നെയ്ത്തേങ്ങയാണ് കൊണ്ടുവന്ന് അതിനെ പൊട്ടിച്ച് ഒരു പാത്രത്തിലഴിച്ച് കൊടുക്കുമ്പോൾ രസീറ്റ് എഴുതി കൊടുക്കുമ്പം നമ്മൾ കൊടുത്തത് നാളെ വേറെ ആൾക്ക് കിട്ടും. ഇന്ന് രാവിലെ ചെയ്തത് വേറെ ആരൊക്കെ ചെയ്ത് നമുക്കിന്ന് കിട്ടും. അങ്ങനെയാണ്. ഞാൻ അങ്ങനെ രസീറ്റ് എഴുതി ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ റൂമിലെത്തി. അവിടെ ചെന്നപ്പം ഒരുപാട് ക്യൂ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ആരെയും വിളിക്കാത്തതാണ്. അറിയാമെന്നുള്ളവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നാലും ഞാനൊരു പുള്ളിയെ വിളിച്ച് റൂം ആരെയും കിട്ടിയായിരുന്നു. ഒരു 3-4 ബെഡുള്ള റൂമാണ്. ഞാൻ ഏതൊരു സ്ഥലമൊന്നും റൂമൊന്നും പറയുന്നില്ല. ഇവിടുത്തെ ആ പുള്ളിക്ക് വല്ല പിന്നെ ആരെങ്കിലും മിസ്യൂസ് ചെയ്താൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നമ്മൾ പറയണത് ശരിയല്ലല്ലോ. പിന്നെ ഇപ്പം ഹരിവരാസനം കൂടെ കേട്ട് രാത്രി പോയി ഹരിവരാസനമൊക്കെ കേട്ടിട്ട് പിന്നെ നാളെ രാവിലെ ഒരു 5 മണിയാകുമ്പം പിന്നെ ഒരിക്കൽ കൂടെ പോയി തൊഴുതിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിക്കും. ശരിയത്.